വെൽക്കം ബാക്ക്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്കും ഈ ഭാഷ അത്യാവശ്യം നന്നായി ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവർക്കും എല്ലാം ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേർഡ്സ് ആണ് പ്രിപ്പോസിഷൻസ്. എവിടെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ പൊതുവെ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മിസ്റ്റേക്സ് ഒഴിവാക്കാൻ ആവശ്യമായ ചില ടിപ്സും ട്രിക്സും എല്ലാം ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അല്പം ലെങ്തിയാണ്, നിങ്ങൾ മുഴുവൻ കാണും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. ഒരു സെന്റൻസിലെ ഏതെങ്കിലും രണ്ട് വാക്കിനോ രണ്ട് ഫ്രേസിനോ ഇടയിലുള്ള റിലേഷൻഷിപ്പ് അത് വ്യക്തമാക്കുന്ന വാക്കാണ് പ്രിപ്പോസിഷൻസ്. നമുക്ക് പൊതുവെ അങ്ങനെ ഒമിറ്റ് ചെയ്യാൻ സാധിക്കാത്ത വേർഡ്സ് ആണ് പ്രിപ്പോസിഷൻസ്. പല വാക്കുകളും നമുക്ക് ഒമിറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷെ പ്രിപ്പോസിഷൻസ് ഒമിറ്റ് ചെയ്ത സെന്റൻസിന്റെ മീനിങ് തെറ്റിപ്പോവും, അല്ലെങ്കിൽ പലപ്പോഴും മീനിങ് തന്നെ ഇല്ലാതായി പോവും. ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കൂ. ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. അതിനർത്ഥം പൂച്ച മേശയ്ക്ക് മുകളിലാണ് എന്നാണ്. ഇവിടെ ഓൺ എന്ന പ്രിപ്പോസിഷൻ പൂച്ചയ്ക്കും മേശയ്ക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പാണ് സൂചിപ്പിക്കുന്നത്. അതായത് പൂച്ച എവിടെയാണ് ഇരിക്കുന്നത് അതാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ അവിടെ വ്യക്തമാക്കുന്നത്. ഇനി ആ പ്രിപ്പോസിഷൻ ഒന്ന് മാറ്റി നോക്കൂ, റിമൂവ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ദ ക്യാറ്റ് ഈസ് ദ ടേബിൾ. ഈ സെന്റൻസിന് വല്ല മീനിങ് ഉണ്ടോ? ഇതിന് സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്, പക്ഷെ മീനിങ് മാത്രമല്ല. ദ ക്യാറ്റ് ഈസ് ദ ടേബിൾ എന്ന് പറയുമ്പോൾ പൂച്ച മേശയാണ് എന്നാണ് അർത്ഥം. അത് സാധ്യമാണോ? പൂച്ചയ്ക്ക് ഒരിക്കലും മേശയാവാൻ സാധിക്കില്ല. ഓൺ എന്ന പ്രിപ്പോസിഷൻ വളരെ ചെറിയൊരു വേർഡാണ്, പക്ഷെ അത് മാറ്റി കഴിയുമ്പോൾ ആ സെന്റൻസിന്റെ ഒന്നുകിൽ മീനിങ് മാറിപ്പോവും, അല്ലെങ്കിൽ അതിന് മീനിങ് തന്നെ ഇല്ലാതായി പോവും. ഈ ലെസന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പ്രിപ്പോസിഷൻ ഉപയോഗിക്കാത്ത ചില എക്സ്പ്രഷൻസിനെ കുറിച്ച് പറയാം. ചില വേർബ്സിന് ശേഷം നമ്മൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യില്ല. പല വേർബ്സിനും ശേഷം നമ്മൾ ഒബ്ജക്റ്റിന് മുന്നിൽ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചേ മതിയാവും. പക്ഷേ കോമൺ ആയി ഉപയോഗിക്കുന്ന ചില വേർബ്സിന് ശേഷം നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കില്ല. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള കോമൺ വേർബ്സ് ആണിത്. ഡിസ്കസ്, എൻറ്റർ, മാരി, ലാക്ക്, റിസംബിൾ, അപ്രോച്ച്. ഇതിനൊന്നും ശേഷം നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറില്ല. നമുക്ക് ഈ എക്സാമ്പിൾസ് നോക്കാം. എനിക്ക് വീടിനകത്ത് പ്രവേശിക്കാനായില്ല. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? പ്രവേശിക്കുക, എൻറ്റർ. എനിക്ക് പ്രവേശിക്കാനായില്ല, സബ്ജക്റ്റ് ഐ ആണ്. ഐ കുഡ് നോട്ട്, കഴിഞ്ഞില്ല എന്നതിന് നമുക്ക് കുഡ് നോട്ട് എന്ന് പറയാം. ഐ കുഡ് നോട്ട് എൻറ്റർ ദ ഹൗസ്. പലരും പറയുക അല്ലെങ്കിൽ എഴുതുക ഐ കുഡ് നോട്ട് എൻറ്റർ ഇൻ ടു ദ ഹൗസ് എന്നാണ്, അല്ലെങ്കിൽ എൻറ്റർ ടു ദ ഹൗസ് എന്ന് പറയും. എൻറ്റർ എന്ന വെർബിന് ശേഷം നമ്മൾ ഒരു പ്രിപ്പോസിഷനും ഉപയോഗിക്കുന്നില്ല. എൻറ്ററിന് ശേഷം അതിൻ്റെ ഒബ്ജക്റ്റ് ഏതോ അത് ഡയറക്റ്റ് വരികയാണ് ചെയ്യുന്നത്. ഐ കുഡ് നോട്ട് എൻറ്റർ ദ ഹൗസ്. എനിക്ക് വീട്ടിനകത്ത് പ്രവേശിക്കാനായില്ല. എൻറ്റർ ഇൻ ടു എന്നോ എൻറ്റർ ടു എന്നോ പറയരുത്. അവൾ തൻ്റെ സഹപ്രവർത്തകനെ വിവാഹം കഴിച്ചു. സഹപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ കൊളീഗ്. ഇതെങ്ങനെ പറയും നമ്മൾ? വിവാഹം കഴിച്ചു, കഴിഞ്ഞു പോയ കാര്യമാണ്. ഷീ മാരീഡ് ഹെർ കൊളീഗ്. അവൾ തൻ്റെ സഹപ്രവർത്തകനെ വിവാഹം കഴിച്ചു. മാരി എന്ന വെർബിന് ശേഷവും നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല. ഷീ മാരീഡ് ടു എന്നോ മാരീഡ് വിത്ത് എന്നോ പറയരുത്. പക്ഷേ മാരി എന്ന വെർബിന് മുന്നിൽ ഈസ്, ആം, ആർ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ വിത്ത് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. മീനിങ് ഡിഫറെൻ്റ് ആണ്. ഇത് നോക്കൂ. പ്രിയ ഈസ് മാരീഡ് ടു രാഹുൽ. ഷീ മാരീഡ് ഹെർ കൊളീഗ് എന്ന സെന്റൻസിൽ മാരി എന്ന വെർബ് ഒരു ആക്ഷൻ വേർഡാണ്. അവൾ വിവാഹം കഴിച്ചു, അതാണ് അതിനർത്ഥം. രണ്ടാമത്തെ സെന്റൻസിൽ പ്രിയ ഈസ് മാരീഡ് എന്ന് പറയുമ്പോൾ പ്രിയ രാഹുലിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ആക്ഷനെ കുറിച്ചല്ല, ഒരു സ്റ്റേറ്റ് ആണ്. പ്രിയ ഈസ് മാരീഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? പ്രിയ വിവാഹിതയാണ് എന്നാണ്. അതൊരു സ്റ്റേറ്റ് അല്ലേ? ഇങ്ങനെ ഈ സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അതിനുശേഷം ആരെയാണോ വിവാഹം കഴിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാൻ നമ്മളോട് ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. പ്രിയ ഈസ് മാരീഡ് ടു രാഹുൽ. ഇവിടെ പ്രിയ ഈസ് മാരീഡ് രാഹുൽ എന്ന് പറഞ്ഞാൽ പോരാ, പക്ഷേ ആ ഈസ് അവിടെ ഇല്ലെങ്കിൽ പ്രിയ മാരീഡ് രാഹുൽ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. പ്രിയ രാഹുലിനെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ രാഹുൽ പ്രിയയെ വിവാഹം കഴിച്ചു. മാരി എന്ന വെർബിന് മുന്നിൽ ബി എന്ന് പറയുമ്പോൾ ഈസ് ആവാം, ആം ആവാം, ആർ ആവാം, വാസ് ആവാം, വേറാവാം. അത് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിനുശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്, ആരെയാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നതിന് വേണ്ടി. ഇനി ഈ സെന്റൻസ് ഒന്ന് നോക്കൂ. ഹീസ് മാരീഡ് വിത്ത് ചിൽഡ്രൻ. ഇതിനർത്ഥം അയാൾ വിവാഹിതനുമാണ്, കുട്ടികളും ഉണ്ട് എന്നാണ്. അയാൾ ആരെയോ വിവാഹം കഴിച്ചിരിക്കുന്നു, ആ റിലേഷൻഷിപ്പിൽ അയാൾക്ക് കുട്ടികളും ഉണ്ട്. ഹീസ് മാരീഡ് വിത്ത് ചിൽഡ്രൻ. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു അല്ല, വിത്ത് ആണ്. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ഹീ ഈസ് മാരീഡ് വിത്ത് ചിൽഡ്രൻ. അയാൾക്ക് കുട്ടികളും ഉണ്ട് എന്നാണ് ഇതിനർത്ഥം. മാരി എന്ന വെർബ് തനിച്ച് ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം പ്രിപ്പോസിഷൻ ഉപയോഗിക്കരുത്. മാരിയുടെ കൂടെ ഈസ്, ആം, ആർ, വാസ്, വെർ ഇതിലേതെങ്കിലും ഒന്ന് വരുന്ന സമയത്ത് നമ്മൾ ടു അല്ലെങ്കിൽ വിത്ത് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. മീനിങ് ഡിഫറെൻ്റ് ആണ്. ഞങ്ങൾ അവൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു.
ചർച്ച ചെയ്തു എന്നതിന് നമുക്ക് ഡിസ്കസ്ഡ് എന്ന് പറയാം. ചർച്ച എന്ന് പറയുമ്പോൾ ഡിസ്കഷൻ. ഞങ്ങൾ അവൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. സബ്ജക്റ്റ് ഞങ്ങളാണ്, വി ആണ്. വി ചർച്ച ചെയ്തു എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ് യൂസ് ചെയ്യുന്നത്. വി ഡിസ്കസ്ഡ് ഹിസ് പ്രോബ്ലംസ്, അവൻ്റെ പ്രശ്നങ്ങൾ. ഡിസ്കസ് എന്ന വെർബിന് ശേഷവും നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല. പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഡിസ്കസിന് ശേഷം എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക എന്നത്. ഡിസ്കസിന് ശേഷം ഒരു പ്രിപ്പോസിഷനും ഇല്ല. വി ഡിസ്കസ്ഡ് ഹിസ് പ്രോബ്ലംസ്, വി ഡിസ്കസ്ഡ് എബൌട്ട് ഹിസ് പ്രോബ്ലംസ് എന്നോ വി ഡിസ്കസ്ഡ് ഓൺ ഹിസ് പ്രോബ്ലംസ് എന്നോ ഒന്നും പറയരുത്. പക്ഷേ ഡിസ്കസ്ഡ് എന്ന ഈ വെർബിന് പകരം നമ്മൾ ഡിസ്കഷൻ എന്ന നൗൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കും. വി ഹാഡ് എ ഡിസ്കഷൻ എബൌട്ട് മണി, പണത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ചർച്ചയുണ്ടായി. വി ഹാഡ് എ ഡിസ്കഷൻ എബൌട്ട് മണി. ഇവിടെ നമ്മൾ ഡിസ്കഷൻ എന്ന ആ നൗണിന് ശേഷം എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ഡിസ്കസ് എന്ന വെർബിന് ശേഷം നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല, പക്ഷെ ഡിസ്കഷൻ എന്ന നൗണിന് ശേഷം പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ഒരു വാക്ക് കാണുമ്പോൾ അത് നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ വെർബാണോ എന്നെല്ലാം അറിയാൻ ചില എളുപ്പ വഴികളുണ്ട്. വെർബാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ING ഫോം ആഡ് ചെയ്ത് നോക്കൂ. എല്ലാ വേർബ്സിനും ING ഫോംസ് ഉണ്ട്. ഡിസ്കസിൻ്റെ കൂടെ ING ഫോം ആഡ് ചെയ്താൽ നമുക്ക് ഡിസ്കസിങ് എന്ന വാക്ക് കിട്ടും. അത് പരിചയമുള്ള വേർഡല്ലേ. അതുപോലെ തന്നെ ED ആഡ് ചെയ്ത് നോക്കൂ. വേർബ്സിന് പാസ്റ്റ് ടെൻസും ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതെല്ലാം ഉണ്ട്. ഡിസ്കസ്ഡ് ആ വാക്കും നമുക്ക് പരിചയമുള്ളതാണ്. ഇനി ഒരു വാക്ക് നൗൺ ആണോ എന്നറിയണമെങ്കിൽ നൗൺസിന് പൊതുവെ പ്ലൂറൽ ഫോംസ് ഉണ്ടായിരിക്കും. ഒരു S ആഡ് ചെയ്ത് നോക്കൂ. ഡിസ്കഷൻ, ഡിസ്കഷൻസ്, ചർച്ചകൾ. ഡിസ്കഷൻസ് എന്ന വാക്കും നമുക്ക് പരിചയമുള്ളതാണ്. നൗൺസിന്റെ കൂടെ നമുക്ക് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ സാധിക്കും. എ ഡിസ്കഷൻ, ദ ഡിസ്കഷൻ, അതെല്ലാം നമുക്ക് പറയാൻ പറ്റും. നൗൺസിന്റെ കൂടെ നമുക്ക് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. എ സീരിയസ് ഡിസ്കഷൻ. ഇതെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ നാച്ചുറലായി തോന്നില്ലേ? നമുക്കത് കേൾക്കുമ്പോൾ അത് നാച്ചുറലായി തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളത് ഇതിനു മുമ്പ് എവിടെയോ വായിച്ചോ കേട്ടോ പരിചയമുണ്ട് എന്നാണ്. അപ്പോൾ ആ എക്സ്പ്രഷൻ, ആ ഒരു വാക്ക് ഇംഗ്ലീഷിലുള്ളതാണ് എന്നർത്ഥം. ഇനി അഡ്ജക്റ്റീവ് ആണോ ഒരു വേർഡ് എന്നറിയാൻ അതിൻ്റെ കൂടെ ERO EST ആഡ് ചെയ്ത് നോക്കുക. അഡ്ജക്റ്റീവ്സിന് കമ്പാരിറ്റീവ് ഫോംസും ഉണ്ട്, സൂപ്പർലേറ്റീവ് ഫോംസും ഉണ്ട്. ഷോർട്ട് എന്ന അഡ്ജക്റ്റീവ് എടുത്ത് നോക്കൂ. ഷോർട്ടർ, ആ വാക്ക് നമുക്ക് അറിയാവുന്നതാണ്. ഷോർട്ടസ്റ്റ്, അതും നമുക്കറിയാവുന്നതാണ്. ചില അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ നമുക്ക് ERും EST ആഡ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ മോറും മോസ്റ്റ് ആഡ് ചെയ്ത് നോക്കൂ. ബ്യൂട്ടിഫുൾ എന്ന വാക്ക്, അത് അഡ്ജക്റ്റീവ് ആണോ എന്നറിയണം. എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കൂടെ നമുക്ക് ERോ ESTയോ ആഡ് ചെയ്യാൻ സാധിക്കില്ല. ബ്യൂട്ടിഫുള്ളർ, ബ്യൂട്ടിഫുള്ളസ്റ്റ്, ആ വാക്കുകളൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷെ മോർ ആഡ് ചെയ്ത് നോക്കൂ. മോർ ബ്യൂട്ടിഫുൾ, അത് നമുക്ക് പരിചയമുള്ള വാക്കാണ് അല്ലേ. മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അത് നമുക്ക് പരിചയമുള്ള വാക്കാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് നമുക്കൊരു വേർഡ് കണ്ടു കഴിയുമ്പോൾ അത് നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ വെർബാണോ അഡ്വർബാണോ എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുള്ള ചില വഴികളാണ് ഞാൻ പറഞ്ഞത്. വെർബാണെങ്കിൽ അതിന് ING ഫോം ഉണ്ടായിരിക്കും. നൗൺ ആണെങ്കിൽ നോർമലി അതിന് പ്ലൂറൽ ഫോംസ് ഉണ്ടാവും. എല്ലാ നൗൺസിനും ഇല്ല, അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഫോംസ് ഇല്ല. പക്ഷെ പൊതുവെ നൗൺസിന് പ്ലൂറൽ ഫോംസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ സാധിക്കും. അഡ്ജക്റ്റീവ്സിന് കമ്പാരിറ്റീവ് ഫോമും സൂപ്പർലേറ്റീവ് ഫോമും ഉണ്ട്. അഡ്വേർബ്സ് പൊതുവെ LYയിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. എല്ലാ അഡ്വേർബ്സും അങ്ങനെയല്ല, പക്ഷെ പൊതുവെ LYയിൽ അവസാനിക്കുന്ന വേർഡ്സ് അഡ്വേർബ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? ഡിസ്കസ് എന്ന വെർബിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. ഡിസ്കഷൻ എന്ന നൗണിൻ്റെ കൂടെ നമ്മൾ എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അവൾ തൻ്റെ മുത്തശ്ശിയെ പോലെയാണ്. നമ്മൾ ഒരാൾ മറ്റൊരാളെ പോലെയാണ്, അവരുടെ ഛായ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വെർബാണ് റിസംബിൾ. അതിനുശേഷവും പ്രിപ്പോസിഷൻ ഇല്ല. അവൾ തൻ്റെ മുത്തശ്ശിയെ പോലെയാണ്. ഷീ റിസംബിൾസ് ഹെർ ഗ്രാൻഡ് മദർ. ഷീ റിസംബിൾസ് ഹെർ ഗ്രാൻഡ് മദർ. ഷീ റിസംബിൾസ് ടു എന്നോ റിസംബിൾസ് വിത്ത് എന്നോ ഒന്നും പറയരുത്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഷീ ലുക്സ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ ലുക്സ് എന്ന വെർബിന് ശേഷം നമ്മൾ ലൈക്ക് എന്ന പ്രിപ്പോസിഷൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഷീ ലുക്സ് ഹെർ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ പോരാ, മുത്തശ്ശിയെ പോലെ എന്ന അർത്ഥത്തിൽ നമുക്ക് ഇവിടെ ലൈക്ക് എന്ന ഒരു പ്രിപ്പോസിഷൻ കൂടി ആഡ് ചെയ്യണം. ഷീ ലുക്സ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ. റിസംബിൾ എന്ന വെർബിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റർ എന്ന വാക്കല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ സ്ഥലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് നമുക്ക് പറയേണ്ടത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് അപ്രോച്ച് ആണ്. വി ആർ അപ്രോച്ചിങ് ദ സ്റ്റേഷൻ. നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് എന്ന വെർബിന് ശേഷവും പ്രിപ്പോസിഷൻ ഇല്ല. വി ആർ അപ്രോച്ചിങ് ടു എന്നോ അപ്രോച്ചിങ് ഇൻ ടു എന്നോ ഒന്നും പറയരുത്. പൊതുവെ ടൈം എക്സ്പ്രഷൻസിൻ്റെ കൂടെ നെക്സ്റ്റ് ഉപയോഗിച്ച്, ലാസ്റ്റ് ഉപയോഗിച്ച്, എനി ഉപയോഗിച്ച്, വൺ ഉപയോഗിച്ച്, ദിസ് ദാറ്റ് ഇതെല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്ന ടൈം എക്സ്പ്രഷൻസിൻ്റെ കൂടെയും നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. ദിസ് വീക്ക്, വൺ ഡേ, എനി ഡേ, നെക്സ്റ്റ് വീക്ക്, ലാസ്റ്റ് വീക്ക്, ഇത്തരം എക്സ്പ്രഷൻസിൻ്റെ ഒന്നും കൂടെ നമ്മൾ നോർമലി പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാറില്ല. എക്സാമ്പിൾസ് നോക്കൂ. അടുത്ത ആഴ്ച കാണാം.
സി യു നെക്സ്റ്റ് വീക്ക്, സി യു ഇൻ ദ നെക്സ്റ്റ് വീക്ക് എന്നോ ഓൺ ദ നെക്സ്റ്റ് വീക്ക് എന്നോ ഒന്നും പറയരുത്. സി യു നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിന് മുന്നിൽ നമ്മൾ പ്രപ്പോസിഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇന്നലെ രാത്രി മഴ പെയ്തു. ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് റെയിൻഡ് ഇൻ ദ ലാസ്റ്റ് നൈറ്റോ ഇറ്റ് റെയിൻഡ് അറ്റ് ലാസ്റ്റ് നൈറ്റോ ഒന്നുമല്ല. ലാസ്റ്റ് നൈറ്റിന് മുന്നിലും നമ്മൾ പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ രാത്രി മഴ പെയ്തു എന്നാണ് പറയേണ്ടതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാ ഇറ്റ് റെയിൻഡ് ഇൻ ദ നൈറ്റ് എന്നാണ്. രാത്രി മഴ പെയ്തു, അവിടെ നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചു. തിങ്കളാഴ്ചയാണ് മീറ്റിംഗ്. ഇതെങ്ങനെയാണ് നമ്മൾ പറയാ? ദ മീറ്റിംഗ് ഈസ് ഓൺ മൺഡേ അല്ലേ? നമ്മൾ ആഴ്ചയിലെ ദിവസങ്ങൾക്ക് മുന്നിൽ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് ഓൺ. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ സൺഡേ, അതെല്ലാമാണ് നമ്മൾ പറയാം. മാസങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുക ഇൻ ആണ്. ഇൻ ഏപ്രിൽ, ഇൻ മെയ്, അങ്ങനെ വേണം പറയാൻ. അതേപോലെ വർഷങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഇൻ ആണ്. ഇൻ 2005, ഇൻ 1995, അങ്ങനെയാണ് പറയുക. ഇനി നമുക്ക് ഈ തിങ്കളാഴ്ചയാണ് മീറ്റിംഗ് എന്ന് പറയണമെന്ന് കരുതുക. ഈ തിങ്കളാഴ്ച, ദിസ് മൺഡേ അല്ലേ? അതിന് മുന്നിൽ നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. ദിസ് മൺഡേ, ദാറ്റ് മൺഡേ, അതിൻ്റെ ഒന്നും കൂടെ നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ പറയാം: ദ മീറ്റിംഗ് ഈസ് ദിസ് മൺഡേ, ദ മീറ്റിംഗ് ഈസ് ഓൺ ദിസ് മൺഡേ എന്ന് നോർമലി പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് വലിയ തെറ്റല്ല. പക്ഷെ പൊതുവെ ഇംഗ്ലീഷ് മദർ ടങ് ആയവർ സംസാരിക്കുമ്പോൾ ഇത്തരം എക്സ്പ്രഷൻസിന്റെ കൂടെ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറില്ല. ദ മീറ്റിംഗ് ഈസ് ദിസ് സൺഡേ. ജൂലൈയിലെ ഒരു വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. വി മെറ്റ്. ഒരു വെള്ളിയാഴ്ച, വൺ ഫ്രൈഡേ. ജൂലൈയിലെ, ഇൻ ജൂലൈ. വി മെറ്റ് വൺ ഫ്രൈഡേ ഇൻ ജൂലൈ. വി മെറ്റ് ഓൺ വൺ ഫ്രൈഡേ എന്ന് പറയേണ്ട. വി മെറ്റ് വൺ ഫ്രൈഡേ. വൺ, സം, എനി, അതിനെല്ലാം ശേഷം ഒരു ടൈം എക്സ്പ്രഷൻ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറില്ല. വി മെറ്റ് വൺ ഫ്രൈഡേ ഇൻ ജൂലൈ. നിനക്ക് ഇഷ്ടമുള്ള ദിവസം വരാം. യു ക്യാൻ കം എനി ഡേ യു ലൈക്ക്. എനി ഡേ എന്ന് പറയുമ്പോൾ ഏത് ദിവസവും, എനി ഡേ യു ലൈക്ക് എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള ഏത് ദിവസവും. യു ക്യാൻ കം എനി ഡേ യു ലൈക്ക്, അല്ലെങ്കിൽ കം എനി ഡേ യു ലൈക്ക്. യു ക്യാൻ അവിടെ നിർബന്ധമില്ല. ഇഷ്ടമുള്ള ഏത് ദിവസം വേണമെങ്കിലും വന്നോളൂ. കം എനി ഡേ യു ലൈക്ക്. കം ഓൺ എനി ഡേ എന്നല്ല പറയുന്നത്, കം എനി ഡേ. ഷോ എത്ര മണിക്കാണ് തുടങ്ങുന്നത്? വാട്ട് ടൈം. അത്തരം എക്സ്പ്രഷൻസിന്റെ കൂടെയും നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറില്ല. അറ്റ് വാട്ട് ടൈം ഡസ് ദ ഷോ ബിഗിൻ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. വാട്ട് ടൈം ഡസ് ദ ഷോ ബിഗിൻ. അറ്റ് എന്ന പ്രിപ്പോസിഷൻ അവിടെ വാട്ട് ടൈമിന് മുന്നിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. വാട്ട് ടൈം ഡസ് ദ ഷോ ബിഗിൻ. എത്ര മണിക്കാണ് ഷോ തുടങ്ങുന്നത്? അറ്റിന്റെ ആവശ്യം അവിടെ ഇല്ല. വാട്ട് ടൈം ഉപയോഗിച്ച് തുടങ്ങുന്ന സെന്റൻസസിൽ പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ട. എന്നാ മീറ്റിംഗ്? വിച്ച് ഡേ ഈസ് ദ മീറ്റിംഗ്. ഓൺ വിച്ച് ഡേ ഈസ് ദ മീറ്റിംഗ് എന്ന് ചോദിക്കേണ്ട. വിച്ച് ഡേ ഈസ് ദ മീറ്റിംഗ്. ഇങ്ങനെ WH ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷൻസിന്റെ കൂടെയും നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല. വിച്ച് ഡേ ഈസ് ദ മീറ്റിംഗ്. ഓൺ വിച്ച് ഡേ ഈസ് ദ മീറ്റിംഗ് അല്ല, വിച്ച് ഡേ. നെഗറ്റീവായ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്ന പല വേർഡ്സിന് ശേഷവും നമ്മൾ ഫ്രം പ്ലസ് ING ഫോമാണ് യൂസ് ചെയ്യുക. ഇത് നോക്കൂ. അവർ ഞങ്ങളെ പോകുന്നതിൽ നിന്നും തടഞ്ഞു. നമുക്കിവിടെ തടഞ്ഞു എന്നതിന് സ്റ്റോപ്പ്ഡ് എന്ന് പറയാം, പ്രിവെൻറ്റഡ് എന്ന് പറയാം. ഇതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് അല്ല, അതിന് പകരം ഫ്രം എന്ന പ്രിപ്പോസിഷനും പിന്നെ ഒരു ING ഫോമുമാണ് യൂസ് ചെയ്യുക. ഒരു പ്രിപ്പോസിഷന് ശേഷം ഒരു വെർബ് വരുമ്പോൾ അത് എപ്പോഴും അതിൻ്റെ ING ഫോമിൽ തന്നെ ആയിരിക്കണം. ദേ പ്രിവെൻറ്റഡ് അസ് ഫ്രം ഗോയിങ് അല്ലെങ്കിൽ ലീവിങ്. ദേ സ്റ്റോപ്പ്ഡ് അസ് ഫ്രം ഗോയിങ്. സ്റ്റോപ്പ്, പ്രിവെൻറ്റ്, ഇതെല്ലാം നെഗറ്റീവായ കാര്യങ്ങളാണല്ലോ. തടഞ്ഞു, അതാണ് നമുക്ക് പറയേണ്ടത്. അതിനുശേഷം നമ്മളൊരു ഒബ്ജക്റ്റ്, ആരെയാണോ തടഞ്ഞത്, പിന്നെ വരുന്നത് ഫ്രം എന്ന പ്രിപ്പോസിഷനാണ്. അതിനുശേഷം ING ഫോമാണ്. പലരും ഈ വേർബ്സിന് ശേഷം ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാറുണ്ട്. ദേ സ്റ്റോപ്പ്ഡ് അസ് ടു ഗോ, അങ്ങനെ പറയരുത്. ദേ സ്റ്റോപ്പ്ഡ് അസ് ഫ്രം ഗോയിങ്. ഫ്രം പിന്നെ ING ഫോം. ഒരു പ്രിപ്പോസിഷന് ശേഷം എപ്പോഴും ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. പക്ഷേ ഈ വാക്കുകളുടെ ഓപ്പോസിറ്റായി വരുന്ന വാക്കുകൾ, കുറച്ച് പോസിറ്റീവായ അർത്ഥമുള്ള വേർബ്സിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. അവർ ഞങ്ങളെ പോവാൻ അനുവദിച്ചു. അനുവദിച്ചു എന്ന് പറയുമ്പോൾ അലോ എന്ന് പറയാം, അല്ലെങ്കിൽ പെർമിറ്റ് എന്ന് പറയാം. ലെറ്റ് എന്ന വെർബും നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. അവർ ഞങ്ങളെ പോവാൻ അനുവദിച്ചു. ദേ അലൗഡ് അസ് ടു ഗോ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ടു ഗോ എന്നത് ഇൻഫിനിറ്റീവ് ആണ്. ഇതിലെ ആ ടു പ്രപ്പോസിഷൻ അല്ല, ടു പ്രപ്പോസിഷനുമാണ്, ഒരു ഇൻഫിനിറ്റീവ് മാർക്കറുമാണ്. അതായത് അതിനുശേഷം വരുന്ന വെർബ് ഇൻഫിനിറ്റീവ് ആണ് എന്ന് സൂചിപ്പിക്കാനും നമ്മൾ ടു ഉപയോഗിക്കും. പ്രിവെൻറ്റിന് ശേഷം നമ്മൾ ഫ്രം പ്ലസ് ING ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അലോ എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ഇവിടെ നമുക്ക് അലോ എന്ന വെർബിന് പകരം പെർമിറ്റ് ഉപയോഗിക്കാം. ദേ പെർമിറ്റഡ് അസ് ടു ഗോ. ഇത് വളരെ ഫോർമലാണ്.
ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻഫോർമലായി നമുക്ക് ലെറ്റ് എന്ന വെർബ് ഉപയോഗിക്കാം. ലെറ്റിന് ശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കുക. ദേ ലെറ്റ് അസ് ഗോ, അവർ ഞങ്ങളെ പോവാൻ അനുവദിച്ചു. ദേ ലെറ്റ് അസ് ടു ഗോ എന്ന് പറയരുത്, ദേ ലെറ്റ് അസ് ഗോ. അലോ, പെർമിറ്റ് ഇതെല്ലാം സ്റ്റോപ്പ്, പ്രിവെന്റ് പോലുള്ള വേർബ്സിന് ഓപ്പോസിറ്റായ മീനിങ് ഉള്ള വാക്കുകളാണ്. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായ ഐഡിയാസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറയും, പോവാൻ അനുവദിച്ചു. പോവാൻ എന്ന് പറയുമ്പോൾ ടു ഗോ, പോകുന്നതിൽ നിന്ന് തടഞ്ഞു. പോകുന്നതിൽ നിന്നും എന്ന് പറയുമ്പോൾ ഫ്രം ഗോയിങ് ആണ് അല്ലേ. മലയാളത്തിലും അത് അങ്ങനെ തന്നെയാണ്. ആ നെഗറ്റീവായ ആശയങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഫ്രം പ്ലസ് ING വരുന്നത്. ഇത്ര നേരത്തെ പോകുന്നതിൽ നിന്നും ഞാൻ അവളെ നിരുത്സാഹപ്പെടുത്തി. ഡിസ്കറേജ്ഡ്. ഐ ഡിസ്കറേജ്ഡ്, ഞാൻ നിരുത്സാഹപ്പെടുത്തി. എന്തിൽ നിന്നാണ് നിരുത്സാഹപ്പെടുത്തിയത്? ഇത്ര നേരത്തെ പോകുന്നതിൽ നിന്നും. ആരെയാണ് നിരുത്സാഹപ്പെടുത്തിയത്? അവളെ. ഐ ഡിസ്കറേജ്ഡ് ഹെർ, ഞാൻ അവളെ നിരുത്സാഹപ്പെടുത്തി. ഫ്രം ലീവിങ് സോ ഏർലി. ഐ ഡിസ്കറേജ്ഡ് ഹെർ ഫ്രം ലീവിങ് സോ ഏർലി. ഡിസ്കറേജ് എന്ന് പറയുന്നതും നെഗറ്റീവായൊരു മീനിങ് അല്ലേ അതിനുള്ളത്, നിരുത്സാഹപ്പെടുത്തി എന്ന് പറയുമ്പോൾ. അതിനുശേഷവും നമ്മൾ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് പ്ലസ് ഫ്രം പ്ലസ് ING ആണ്. ഐ ഡിസ്കറേജ്ഡ് ഹെർ ടു ഗോ എന്ന് പറയരുത്, ഐ ഡിസ്കറേജ്ഡ് ഹെർ ഫ്രം ലീവിങ് സോ ഏർലി. ഇത് തന്നെ നമുക്ക് എൻകറേജ് എന്ന വെർബാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ എൻകറേജ്ഡ് ഹെർ ടു സ്റ്റേ ലോങ്ങർ, കൂടുതൽ നേരം നിൽക്കാൻ ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു, നിർബന്ധിച്ചു. ഐ എൻകറേജ്ഡ് ഹെർ ടു സ്റ്റേ ലോങ്ങർ. എൻകറേജിന് ശേഷം പിന്നെ ഫ്രം പ്ലസ് ING ഉപയോഗിക്കരുത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ടു എന്ന പ്രൊപ്പോസിഷൻ പൊതുവെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് അല്ലേ. ഞാൻ സ്കൂളിലേക്ക് പോയി, ഐ വെൻറ്റ് ടു സ്കൂൾ. ഞാൻ ജോലിക്ക് പോയി, ഐ വെൻറ്റ് ടു വർക്ക്. ഐ വെൻറ്റ് ടു ഓഫീസ് എന്നും പറയാം. ടു വർക്ക് എന്ന് പറയുമ്പോൾ ജോലിക്ക് എന്നാണ് അർത്ഥം. അറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്ത് എന്നാണ് അർത്ഥം. ഈ അർത്ഥത്തിൽ നമ്മൾ ടു ഉപയോഗിക്കുമ്പോൾ ഇവിടെ ടു പ്രപ്പോസിഷനാണ്, അതിനുശേഷം വരുന്നത് നൗൺ ആണ്. ഈ അർത്ഥത്തിൽ നമ്മൾ ടു ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്രം. അവൾ ഇനിയും ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. അവൾ തിരിച്ചെത്തിയിട്ടില്ല. ഷീ ഹാസിൻ റിട്ടേൺഡ്. എവിടെ നിന്ന്? ഫ്രം വർക്ക്. ഷീ ഹാസിൻ റിട്ടേൺ ഫ്രം വർക്ക് എറ്റ്. ഇനിയും എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ എറ്റ് എന്ന അഡ്വർബ് യൂസ് ചെയ്യുന്നത്. ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. ജോലി സ്ഥലത്ത് നിന്ന് എന്നതിന് നമ്മൾ ഫ്രം വർക്ക് എന്ന് പറഞ്ഞു. ജോലി സ്ഥലത്തേക്ക് എന്നതിന് നമ്മൾ പറയുന്നത് ടു വർക്ക് എന്നാണ്. ഫ്രം എന്ന് പറയുമ്പോൾ നിന്ന്, ടു എന്ന് പറയുമ്പോൾ ലേക്ക്. ടു പലപ്പോഴും നമ്മൾ ഇൻഫിനിറ്റീവ് മാർക്കറായി യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക V1 ആണ്. പക്ഷെ അങ്ങനെ അല്ലാതെ പ്രിപ്പോസിഷനായും നമ്മൾ ടു ഉപയോഗിക്കാറുണ്ട്. ലേക്ക് എന്ന അർത്ഥത്തിൽ അല്ലാതെ തന്നെ ഐ വെൻറ്റ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയി എന്നാണ്. അവിടെ ടുവിന് ലേക്ക് എന്നാണ് അർത്ഥം. പക്ഷെ വേറെ ചില ഫിക്സഡ് എക്സ്പ്രഷൻസിലും നമ്മൾ ടു ഉപയോഗിക്കും. അതവിടെ പ്രിപ്പോസിഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഒരു നൗൺ അല്ലെങ്കിൽ ING ഫോം തന്നെ വരണം. ഈ എക്സ്പ്രഷൻസ് നോക്കൂ. ലുക്ക് ഫോർവേഡ് ടു, ഒബ്ജക്റ്റ് ടു, ഇൻ അഡീഷൻ ടു, ബി യൂസ് ടു. ഇതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആയിരിക്കും അല്ലെങ്കിൽ നൗൺ ആയിരിക്കും. ഇവിടെ ഈ ടു കാണുമ്പോൾ തന്നെ അതൊരു ഇൻഫിനിറ്റീവ് മാർക്കറാണ് എന്ന് കരുതി അതിനുശേഷം V1 ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് മിസ്റ്റേക്കാണ്. ഈ എക്സ്പ്രഷൻസിൽ ഇങ്ങനെ ചില ഫിക്സഡ് എക്സ്പ്രഷൻസിൽ വരുന്ന ഈ ടു ഒരു പ്രിപ്പോസിഷനാണ്. ആ പ്രിപ്പോസിഷന് ശേഷം എപ്പോഴും നമ്മളൊരു നൗൺ അല്ലെങ്കിൽ ING ഫോം തന്നെ വേണം യൂസ് ചെയ്യാൻ. ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു. ഐ ലുക്ക് ഫോർവേഡ് ടു സീ യു എന്നല്ല പറയേണ്ടത്. അത് പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ടു കാണുമ്പോൾ പിന്നെ അതിനുശേഷം V1 ഉപയോഗിക്കും. അങ്ങനെയല്ല, ഇവിടുത്തെ ഈ ടു പ്രിപ്പോസിഷനാണ്. അതിനുശേഷം ING ഫോം വേണം ഉപയോഗിക്കാൻ. നമുക്ക് നൗൺ ഉപയോഗിക്കാം. ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ വിസിറ്റ്. നിന്റെ സന്ദർശനത്തിന് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ ലെറ്റർ. അങ്ങനെ ഈ ടുവിന് ശേഷം നമുക്ക് നൗണും ഉപയോഗിക്കാം, ING ഫോമും ഉപയോഗിക്കാം. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നർത്ഥം. ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് നമുക്ക് പറയാം. അതിനുശേഷം എപ്പോഴും നൗൺ അല്ലെങ്കിൽ ING ഫോം തന്നെ ഉപയോഗിക്കാം. അതേപോലെ ബി യൂസ് ടു, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ബി യൂസ് ടുവിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോമാണ്. ബി ഇല്ലാതെ യൂസ് ടു മാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കുക V1 ആണ്. ഐ എം യൂസ് ടു വർക്കിംഗ് ലേറ്റ്. എനിക്ക് രാത്രി വൈകി ജോലി ചെയ്ത ശീലമുണ്ട്. ഐ എം യൂസ് ടു വർക്കിംഗ് ലേറ്റ്. ഐ എം യൂസ് ടു വർക്ക് ലേറ്റ് അല്ല, ഐ യൂസ്ഡ് ടു വർക്ക് ലേറ്റ് എന്ന് നമുക്ക് പറയാം. ബി ഇല്ലാതെ നമ്മൾ യൂസ് ടു ഉപയോഗിക്കുമ്പോൾ അതിന് ശേഷം വരുന്നത് ഇൻഫിനിറ്റീവ് തന്നെയാണ്, V1 തന്നെയാണ്. പക്ഷേ ബിയോട് കൂടി യൂസ് ടു ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ING ഫോം വേണം യൂസ് ചെയ്യാൻ. ഐ ഒബ്ജക്റ്റ് ടു വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ്. വീക്കെൻഡിൽ ജോലി ചെയ്യുന്നതിനോട് ഞാൻ എതിർക്കുന്നു, എനിക്കതിന് താല്പര്യമില്ല. ഐ ഒബ്ജക്റ്റ് ടു വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ്. ഈ ഒബ്ജക്റ്റീവിലെ ടൂവും പ്രപ്പോസിഷനാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് V1 അല്ല, ING ഫോമാണ്.
ഇങ്ങനെ കുറച്ച് ഫിക്സഡ് എക്സ്പ്രഷൻസേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ലുക്ക് ഫോർവേഡ് ടുയും ബി യൂസ് ടു ആണ്. അത് ഓർത്തിരിക്കുക. അതിനുശേഷം എപ്പോഴും ING ഫോം ഉപയോഗിക്കുക അല്ലെങ്കിൽ നൗൺ ഉപയോഗിക്കുക. V1 ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ഇനി നമുക്ക് അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന ചില കോമൺ എക്സ്പ്രഷൻസ് നോക്കാം. ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ അറ്റ് ഉപയോഗിക്കാറുണ്ട്. അറ്റ് എ പാർട്ടി, അറ്റ് ദ മീറ്റിംഗ്, അറ്റ് ദ വെഡ്ഡിംഗ്, അതെല്ലാം നമ്മൾ പറയും. അതുപോലെ തന്നെ സ്ഥലങ്ങളെക്കുറിച്ച്, വലിയ സ്ഥലങ്ങളെക്കുറിച്ചല്ല, ചെറിയ സ്ഥാപനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ചെറിയ മീറ്റിംഗ് പ്ലേസസിനെ കുറിച്ചെല്ലാം പറയാനും നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അറ്റ് ദ തിയേറ്റർ, അറ്റ് ദ റെസ്റ്റോറൻറ്റ്, അറ്റ് സ്കൂൾ, അറ്റ് കോളേജ്, അറ്റ് ഹോം, അറ്റ് വർക്ക്. അറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്ത് എന്നാണ് അർത്ഥം. ഈ എക്സ്പ്രഷൻസ് ഓർത്തിരിക്കുക. അറ്റ് യൂണിവേഴ്സിറ്റി, അറ്റ് കോളേജ്, ആ സ്ഥലത്ത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് അറ്റ്. അറ്റ് എ പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടിക്ക്. അറ്റ് ദ സിനിമ, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ചായിരുന്നു. വി വർ ടുഗെദർ അറ്റ് യൂണിവേഴ്സിറ്റി. ഇൻ യൂണിവേഴ്സിറ്റി അല്ല, അറ്റ് യൂണിവേഴ്സിറ്റി. വി വർ ടുഗെദർ അറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ ഒരു പാർട്ടിയിൽ വെച്ചാണ് അവളെ കണ്ടുമുട്ടിയത്. അവളെ കണ്ടുമുട്ടി, അവളെ ഞാൻ കണ്ടുമുട്ടി. ഐ മെറ്റ് ഹെർ. ഒരു പാർട്ടിയിൽ വെച്ചാണ്, അറ്റ് എ പാർട്ടി. ഐ മെറ്റ് ഹെർ അറ്റ് എ പാർട്ടി. അറ്റ് എ വെഡ്ഡിംഗ്, അറ്റ് ദ മീറ്റിംഗ്, അതെല്ലാം നമുക്ക് പറയാം. ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് അറ്റ്. ഐ മെറ്റ് ഹെർ അറ്റ് എ പാർട്ടി. ഇനി നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് നമ്മൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ബൈ ആണ്. ബൈ കാർ, ബൈ ബസ്, ബൈ പ്ലെയിൻ, ബൈ ട്രെയിൻ, അതുപോലെ തന്നെ ബൈ എയർ, ബൈ ലാൻഡ്, ബൈ സീ. ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ബൈ ആണ്. ഓർത്തിരിക്കുക. അത് നമുക്ക് ട്രെയിനിന് പോവാം, അത് ചെലവ് കുറവാണ്. ഇതെങ്ങനെയാണ് നമ്മൾ പറയാം? നമ്മളൊരു സജഷൻ ആണ് വെക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളൊരു സജഷൻ വെക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ലെറ്റ്സ് ഗോ ബൈ ട്രെയിൻ. നമുക്ക് ട്രെയിനിന് പോവാം. ഇറ്റ് ഈസ് ചീപ്പർ. അത് ചെലവ് കുറവാണ്. ലെറ്റ്സ് ഗോ ബൈ ട്രെയിൻ. ബസ്സിനാണ് പോകുന്നതെങ്കിൽ ലെറ്റ്സ് ഗോ ബൈ ബസ്. ഞാൻ ഓഫീസിലേക്ക് ബസ്സിനാണ് പോകുന്നത് എന്നെങ്ങനെ പറയാം? ഐ ഗോ ടു വർക്ക് ബൈ ബസ്. ഞാൻ ഓഫീസിലേക്ക് ബസ്സിനാണ് പോകുന്നത്. ഞാൻ ഓഫീസിലേക്ക് കാറിനാണ് പോകുന്നത് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ഐ ഗോ ടു ഓഫീസ് ബൈ കാർ എന്നല്ല നോർമലി പറയുക, ഐ ഡ്രൈവ് ടു വർക്ക് എന്നാണ് പറയുക. ഞാൻ കാർ ഓടിച്ചാണ് ഓഫീസിലേക്ക് പോകുന്നത്, അതാണ് അതിനർത്ഥം. ബൈ കാർ എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. പക്ഷെ നമ്മൾ നമ്മുടെ വാഹനം ഓടിച്ചാണ് പോകുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പറയാം ഐ ഡ്രൈവ് ടു വർക്ക് എന്നാണ് പറയാം. ഇനി നടന്നാണ് പോകുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ഓൺ ഫുട്ട് എന്നാണ്, ബൈ ഫുട്ട് എന്നല്ല പറയാം. വി വെൻറ്റ് ഓൺ ഫുട്ട്. ഞങ്ങൾ നടന്നുപോയി. വി വെൻറ്റ് ഓൺ ഫുട്ട്. വി വെൻറ്റ് ബൈ ഫുട്ട് അല്ല, ഓൺ ഫുട്ടാണ്. പുസ്തകങ്ങൾ ആരാണ് എഴുതിയത്? ഒരു മ്യൂസിക് ആരാണ് കമ്പോസ് ചെയ്തത്? ഒരു മൂവി ആരാണ് ഡയറക്റ്റ് ചെയ്തത്? ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനും ബൈ തന്നെയാണ്. ദിസ് ഈസ് എ ബുക്ക് ബൈ ചാൾസ് ഡിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇത് ചാൾസ് ഡിക്കൻസ് എഴുതിയ ഒരു പുസ്തകമാണ്. ഡിക്കൻസ് എഴുതിയത് വല്ലതും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാവ് യു റെഡ്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എനിത്തിങ് ബൈ ഡിക്കൻസ്. ഡിക്കൻസ് എഴുതിയത് എന്തെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ബൈ ഡിക്കൻസ് എന്ന് പറഞ്ഞാൽ റിട്ടൺ ബൈ ഡിക്കൻസ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ബൈ ഡിക്കൻസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡിക്കൻസ് എഴുതിയത് എന്നാണ്. ഇപ്പോൾ ഒരു ഫിലിം ഡയറക്ടറുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ബൈ ആ ഡയറക്ടറുടെ പേര് പറഞ്ഞാൽ അയാൾ ഡയറക്റ്റ് ചെയ്തത് എന്നർത്ഥം. ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞില്ലെങ്കിലും അതാണ് അതിനർത്ഥം. ഹാവ് യു റെഡ് എനിത്തിങ് ബൈ ചാൾസ് ഡിക്കൻസ്? ഡിക്കൻസ് എഴുതിയത് എന്തെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇനി നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന രണ്ട് എക്സ്പ്രഷൻസ് ആണ് ഇൻ ദ എൻഡ്, അറ്റ് ദ എൻഡ്. അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ലൈനിന്റെ അറ്റത്ത് എന്ന് തന്നെയാണ്, അവസാനം. ഈ തെരുവിന്റെ അറ്റത്ത് ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ അതിന്റെ എൻഡിലെ എന്നല്ലേ പറയേണ്ടത്, അതിന് നമ്മൾ അറ്റ് ദ എൻഡ് ആണ് പറയും. There is a good restaurant at the end of the street. There is a good restaurant അല്ലെങ്കിൽ നൈസ് റെസ്റ്റോറൻറ്റ് at the end of the street. At the end എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ആണെങ്കിൽ അതിൻ്റെ അവസാനം എന്നർത്ഥം. ഒരു മാസമാണെങ്കിൽ ആ മാസത്തിൻ്റെ അവസാനം. There is a nice restaurant at the end of the street. In the end അല്ല, at the end. ഉണ്ട് എന്ന് പറയാനാണ് നമ്മളിവിടെ there is എന്ന് പറയുന്നത്. There is a restaurant എന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്നർത്ഥം. അവസാനം എനിക്ക് വിസ ലഭിച്ചു. അവസാനം എനിക്ക് വിസ ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? കുറേ കാത്തിരിപ്പിന് ശേഷം എനിക്ക് വിസ ലഭിച്ചു അല്ലേ? ഫൈനലി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഇൻ ദ എൻഡ് എന്ന് പറയാം. ഇൻ ദ എൻഡ് ഐ ഗോട്ട് ദ വിസ. ഇൻ ദ എൻഡ് ഐ ഗോട്ട് ദ വിസ. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം എനിക്ക് കിട്ടി എന്നർത്ഥം. അറ്റ് ദ എൻഡ് അല്ല, ഇൻ ദ എൻഡ്. ഈ മാസം അവസാനം എനിക്ക് ഒരു പരീക്ഷയുണ്ട്. മാസത്തിന്റെ അവസാനമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദിസ് മന്ത്. ഐ ഹാവ് എൻ എക്സാം അറ്റ് ദ എൻഡ് ഓഫ് ദിസ് മന്ത്. ഈ മാസം അവസാനം എനിക്ക് ഒരു പരീക്ഷയുണ്ട്. ഇൻ ദ എൻഡ് അല്ല, അറ്റ് ദ എൻഡ്. എന്തെങ്കിലും ഒന്നിന്റെ അവസാനം എന്ന അർത്ഥത്തിലാണ് നമ്മൾ അറ്റ് ദ എൻഡ് പറയുന്നത്. ഇൻ ദ എൻഡ് എന്ന് പറയുമ്പോൾ ഫൈനലി, ഒരുപാട് കാത്തിരിപ്പിന് ശേഷം എന്നർത്ഥം. അവസാനം ഞങ്ങൾ കാറ് വിറ്റു. അവസാനം ഞങ്ങൾ കാറ് വിറ്റു എന്ന് പറയുമ്പോൾ ഫൈനലി, ഇൻ ദ എൻഡ്.
ഇൻ ദ എൻഡ് വി സോൾഡ് ദ കാർ. ഞങ്ങൾ കാർ വിറ്റു. വിറ്റു എന്നതിനാണ് നമ്മൾ സോൾഡ് എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസിലുള്ള വെർബാണിത്. സെൽ എന്ന വെർബിന്റെ V2 ആണ് സോൾഡ്. ഒരേ അർത്ഥം വരുന്ന പല വേർബ്സിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ പലപ്പോഴും ഡിഫറെൻ്റ് ആവും. അറൈവ്, ഗെറ്റ്, അതുപോലെ തന്നെ റീച്ച്. ഈ വേർബ്സിന്റെ കാര്യം നോക്കാം. നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഈ വേർബ്സ് എല്ലാം യൂസ് ചെയ്യാം. ഗെറ്റിന് ശേഷം നമ്മൾ ടു എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. അറൈവിന് ശേഷം നമ്മൾ ഇൻ അല്ലെങ്കിൽ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. റീച്ചിന് ശേഷം നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുകയേ ഇല്ല. എത്ര മണിക്കാണ് നമ്മൾ ചെന്നൈയിൽ എത്തുന്നത്? വാട്ട് ടൈം ഡു വി ഗെറ്റ് ടു ചെന്നൈ? ഗെറ്റിന് ശേഷം ചെന്നൈയിൽ എത്തുന്നതിന് എന്നതിന് ഗെറ്റ് ടു എന്ന് തന്നെ വേണം പറയാൻ. ഗെറ്റ് അറ്റ് എന്നോ ഗെറ്റ് ഇൻ എന്നോ അല്ല പറയേണ്ടത്. ഗെറ്റ് ടു, എത്ര മണിക്കാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഓഫീസിലേക്ക് എത്തുക എന്നതിന് ഗെറ്റ് ടു വർക്ക് എന്ന് പറയാം. ഇവിടെ വാട്ട് ടൈം എന്ന എക്സ്പ്രഷന് മുമ്പും നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടില്ല. അറ്റ് വാട്ട് ടൈം എന്നല്ല നമ്മൾ ചോദിക്കുന്നത്, വാട്ട് ടൈം അത്രയേ വേണ്ടൂ. വാട്ട് ടൈം ഡു വി ഗെറ്റ് ടു ചെന്നൈ. പക്ഷെ വീട്ടിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹോം എന്ന നൗണിന് മുന്നിൽ നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. വാട്ട് ടൈം ഡു വി ഗെറ്റ് ഹോം എന്നാണ് ചോദിക്കുക. ഗെറ്റ് ടു ഹോം എന്ന് പറയില്ല. ഹോമിന് മുന്നിൽ ടു എന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കാറില്ല. ഗെറ്റ് ഹോം, വീട്ടിലെത്തുക. ഇത് തന്നെ നമ്മൾ അറൈവ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് ചോദിക്കുക. വാട്ട് ടൈം ഡു വി അറൈവ് ഇൻ ചെന്നൈ? എത്ര മണിക്കാണ് നമ്മൾ ചെന്നൈയിൽ എത്തുന്നത്? ഞങ്ങൾ മുംബൈയിലേക്ക് പോവുകയാണ്. ഡയറക്ഷനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ടു. ഉള്ളിലേക്ക് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുക ഇൻ ടു ആണ്. ഞങ്ങൾ മുംബൈയിലേക്ക് പോവുകയാണ്. വി ആർ ഗോയിങ് ടു മുംബൈ. പക്ഷെ ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോഴോ അവിടെ നമ്മൾ പൊസിഷൻ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. ചെറിയ സ്ഥാപനങ്ങളിലെ പൊസിഷൻ സൂചിപ്പിക്കാൻ നമ്മൾ അറ്റ് ഉപയോഗിക്കും. വലിയ സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുക. വലിയ സ്ഥലം തന്നെ ആവണമെന്നില്ല. വില്ലേജ് അതുപോലത്തെ സ്ഥലങ്ങളെ കുറിച്ച് പറയാനും നമ്മൾ ഇൻ തന്നെയാണ് ഉപയോഗിക്കുക. ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത്. വി ലിവ് ഇൻ മുംബൈ. ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത്. മുംബൈയിലേക്ക് പോവുകയാണ് എന്ന് പറയാൻ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. മുംബൈയിലാണ് എന്ന് പറയാൻ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുംബൈയിലെത്തി. മുംബൈയിൽ അറൈവ് ചെയ്തു എന്നർത്ഥം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, എ ഫ്യൂ ഡേയ്സ് എഗോ. ഞാൻ മുംബൈയിൽ എത്തി. ഐ അറൈവ്ഡ് ഇൻ മുംബൈ എ ഫ്യൂ ഡേയ്സ് എഗോ. ഐ അറൈവ്ഡ് ഇൻ മുംബൈ എ ഫ്യൂ ഡേയ്സ് എഗോ. സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് എപ്പോഴും സെൻറ്റൻസിൻ്റെ അവസാനമാണ് വരിക. എ ഫ്യൂ ഡേയ്സ് എഗോ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നർത്ഥം. എ ഫ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഫ്യൂ എന്ന് മാത്രം പറഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് മീനിങ് ആണ്. ഒന്നുമില്ല എന്നാണ് ഫ്യൂ എന്ന് പറയുമ്പോൾ അതിനർത്ഥം. എ ഫ്യൂ എന്ന് പറയുമ്പോൾ ചെറിയൊരു നമ്പർ, ഒന്നോ രണ്ടോ എന്നർത്ഥത്തിൽ. ഐ അറൈവ്ഡ് ഇൻ മുംബൈ എ ഫ്യൂ ഡേയ്സ് എഗോ. അറൈവ് എന്ന വെർബിന് ശേഷം ഇൻ അല്ലെങ്കിൽ അറ്റ് എന്ന പ്രപ്പോസിഷൻ നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം. അവൻ സമയത്ത് തന്നെ എയർപോർട്ടിലെത്തി. ഹി അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട് ഓൺ ടൈം. അവൻ സമയത്ത് തന്നെ എത്തി. ഇൻ ദ എയർപോർട്ട് എന്നല്ല പറയുക, അറ്റ് ദ എയർപോർട്ട്, അറ്റ് ദ സ്റ്റേഷൻ. ഹി അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട് ഓൺ ടൈം. നമുക്ക് വീട്ടിൽ പോവാം. ലെറ്റ്സ് ഗോ ഹോം. ഗോ ടു ഹോം എന്ന് പറയില്ല, നേരത്തെ പറഞ്ഞല്ലോ. ഹോം എന്ന നൗണിന് മുന്നിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറില്ല. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ എന്ന അർത്ഥത്തിൽ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതും പലപ്പോഴും ഒമിറ്റ് ചെയ്യാണ് പതിവ്. ഈസ് എനിബഡി ഹോം എന്ന് ചോദിച്ചാൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അർത്ഥം. ഈസ് എനിബഡി അറ്റ് ഹോം എന്നും വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ പലപ്പോഴും ഈസ് എനിബഡി ഹോം അത്രയേ നമ്മൾ പറയാറുള്ളൂ. ഹോമിന് മുന്നിൽ നമ്മൾ പൊതുവേ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറില്ല. ലെറ്റ്സ് ഗോ ഹോം, വീട്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ഹോം അല്ല. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാറ് കേടുവന്നു. ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് എന്ന് പറയാൻ ഓൺ ദ വേ. എങ്ങോട്ടാണോ പോകുന്നത് പിന്നെ അതാണ് നമ്മളോട് എഴുതുക. വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഓൺ ദ വേ ഹോം. ഓഫീസിലേക്കാണ് പോകുന്നതെങ്കിൽ ഓൺ ദ വേ ടു വർക്ക്. ഹോമിന് മുന്നിൽ നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല, പക്ഷെ വർക്കിന് മുന്നിൽ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാറ് കേടുവന്നു. കാറ് കേടുവന്നു എന്നതിന് ദ കാർ ബ്രോക്ക് ഡൗൺ എന്ന് പറയാം. ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ മെഷീൻസ് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളെല്ലാം കേടുവരുന്നതിന് പ്രവർത്തിക്കാതെ ആവുന്നതിന് നമ്മൾ പറയുന്ന ഫ്രേസൽ വെർബാണ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ബ്രോക്ക് ഡൗൺ. ദ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ ഹോം. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാറ് കേടുവന്നു. ഓൺ മൈ വേ ഹോം എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്നർത്ഥം. ദ കാർ ബ്രോക്ക് ഡൗൺ ഓൺ മൈ വേ ഹോം. ഓൺ ദ വേ ഹോം എന്ന് പറഞ്ഞാലും തെറ്റല്ല. പൂച്ച മുറിക്ക് അകത്തേക്ക് ചാടി. എന്തിൻ്റെയെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് നമ്മൾ പറയുക ഇൻ ടു ആണ്. പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ പറയുക ഔട്ട് ഓഫ് ആണ്. പൂച്ച മുറിക്ക് അകത്തേക്ക് ചാടി. ദ ക്യാറ്റ് ജംപ്ഡ് ഇൻ ടു ദ റൂം.
പൂച്ച പുറത്തേക്ക് ചാടി. ദ ക്യാറ്റ് ജംപ്ഡ് ഔട്ട്. ഔട്ടിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വരുന്നില്ലെങ്കിൽ ഔട്ട് മാത്രമേ പറയുള്ളൂ. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് എന്നാണ് പറയാം. ഇവിടെ നമുക്ക് അതിനുശേഷം ഔട്ടിന് ശേഷം വേറൊരു വാക്കും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദ ക്യാറ്റ് ജംപ്ഡ് ഔട്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു ബോക്സിൽ നിന്ന് പൂച്ച പുറത്തേക്ക് ചാടി എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ദ ക്യാറ്റ് ജംപ്ഡ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നാണ്. ജംപ്ഡ് ഔട്ട് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല കേട്ടോ. അത് നമ്മൾ പക്ഷേ ഇൻഫോർമൽ സ്റ്റൈലിലാണ് അങ്ങനെ പറയുക. കറക്റ്റ് എക്സ്പ്രഷൻ ഔട്ട് ഓഫ് ആണ്. ആ ഒരു ബോക്സ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ ദ ക്യാറ്റ് ജംപ്ഡ് ഔട്ട് അത്രയും പറഞ്ഞാൽ മതി. ഒരു ഒബ്ജക്റ്റ് അവിടെ വരുമ്പോഴാണ് നമ്മൾ ഔട്ട് ഓഫ് എന്ന് പറയുന്നത്. ആദ്യത്തെ എക്സാമ്പിളിലും റൂം അവിടെ ഇല്ലെങ്കിൽ ദ ക്യാറ്റ് ജംപ്ഡ് ഇൻ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ജംപ്ഡ് ഇൻ ടു എന്ന് പറയില്ല. ദ ക്യാറ്റ് ജംപ്ഡ് ഇൻ. പൂച്ച ചാടി, ഉള്ളിലേക്ക് ചാടി എന്ന് തന്നെയാണ് അതിനർത്ഥം. അവിടെ നമ്മൾ ദ റൂം എന്ന ഒരു പ്ലേസ് എക്സ്പ്രഷൻ അവിടെ വന്നതുകൊണ്ടാണ് പിന്നെ അവിടെ ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അവൾ കാറിൽ കയറി ഓടിച്ചു പോയി. നമ്മൾ കാറിനകത്തേക്ക് കയറുന്നതിന് ഗെറ്റ് ഇൻ എന്നാണ് പറയുക. കാറിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നതിന് ഗെറ്റ് ഔട്ട് ഓഫ് എന്ന് പറയും. പ്രൈവറ്റ് വെഹിക്കിൾസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇന്നും ഔട്ട് ഓഫും ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ബസ്, ട്രെയിന്, പ്ലെയിന് അതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓണും ഓഫും ആണ്. അവൾ കാറിൽ കയറി ഓടിച്ചു പോയി. ഷീ ഗോട്ട് ഇൻ ടു ഹെർ കാർ ആൻഡ് ഡ്രോവ് ഓഫ്. അവൾ ഓടിച്ചു പോയി. ഷീ ഗോട്ട് ഇൻ ടു ഹെർ കാർ. ഷീ ഗോട്ട് ഓൺ ഹെർ കാർ അല്ല, ഷീ ഗോട്ട് ഇൻ ടു ഹെർ കാർ. അവളുടെ കാറിനകത്തേക്ക് അവൾ കയറി. പക്ഷെ അവൾ ബസ്സിൽ കയറി എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഷീ ഗോട്ട് ഓൺ ദ ബസ് എന്നാണ്. ബസ്സിൽ കയറി എന്നതിന് ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. കാർ ആവുമ്പോൾ ഇൻ ആണ്. കാറിൻ്റെ ഉള്ളിലേക്ക് എന്ന അർത്ഥത്തിൽ ഇൻ ടു എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ ഒരാളെ കാറിലേക്ക് കയറാൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക ഗെറ്റ് ഇൻ. അവിടെ ഗെറ്റ് ഇൻ ടു എന്ന് പറയില്ല. ഇൻ ടു നമ്മൾ ഉപയോഗിക്കുക അതിനുശേഷം കാർ വരുമ്പോഴാണ്. പ്ലീസ് ഗെറ്റ് ഇൻ ടു ദ കാർ. കാറിൻ്റെ അകത്തേക്ക് കയറൂ. നമ്മൾ പക്ഷേ പൊതുവെ ആളുകളുടെ അടുത്ത് പറയുമ്പോൾ ഗെറ്റ് ഇൻ അത്ര മാത്രമേ പറയുള്ളൂ, കയറ് എന്ന അർത്ഥത്തിൽ. അങ്ങനെ അതിന് ശേഷം ഒരു ഒബ്ജക്റ്റ് അവിടെ വരുന്നില്ലെങ്കിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. കാർ എന്ന ഒബ്ജക്റ്റ് അവിടെ വരുന്നുണ്ടെങ്കിൽ ഇൻ ടു ദ കാർ എന്ന് പറയാം. അവൾ കാറിൽ നിന്നും ഇറങ്ങി ലൈബ്രറിയിലേക്ക് നടന്നു. കാറിൽ നിന്നും ഇറങ്ങി. ഷീ ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ. ലൈബ്രറിയിലേക്ക് നടന്നു. ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദ ലൈബ്രറി. ലൈബ്രറിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. നിങ്ങളുടെ പേര് വലിയ അക്ഷരത്തിൽ എഴുതുക. നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ കാണില്ലേ, വലിയ അക്ഷരം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. റൈറ്റ് യുവർ നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വലിയ അക്ഷരത്തിൽ. മലയാളത്തിൽ പറയുമ്പോഴും നമ്മൾ അക്ഷരത്തിൽ എന്നല്ലേ പറയുന്നത്. ആ ഇൽ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ഇന്ന്. റൈറ്റ് യുവർ നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഞാൻ ന്യൂസ് ടി വിയിൽ കണ്ടു. ടി വിയിൽ കണ്ടു എന്നതിന് നമ്മൾ പറയുക ഓൺ ടി വി എന്നാണ്. അതിൻ്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. ഓൺ ടി വി അത്രയേ പറയാവൂ. ദ ടി വി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടെലിവിഷൻ സെറ്റിനെയാണ്. ഓൺ ടി വി എന്ന് പറയുമ്പോൾ നമ്മൾ ടി വിയിൽ ആ പ്രോഗ്രാംസിനെ കുറിച്ച് പറയാൻ അവിടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഞാൻ ന്യൂസ് ടി വിയിൽ കണ്ടു. ഐ വാച്ച്ഡ് ദ ന്യൂസ് ഓൺ ടി വി. റേഡിയോ ആയിരുന്നെങ്കിലോ അപ്പോൾ നമ്മൾ പറയുക ഓൺ ദ റേഡിയോ എന്നാണ്. ഇൻ്റർനെറ്റ് ആണെങ്കിൽ ഓൺ ദ ഇൻ്റർനെറ്റ് അങ്ങനെയാണ് പറയാം. ടി വിയുടെ കൂടെ, റേഡിയോയുടെ കൂടെ, ഇൻ്റർനെറ്റിൻ്റെ കൂടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. അധ്യാപകർ സമരത്തിലാണ്. സമരത്തിലാണ് എന്ന് പറയാൻ നമ്മൾ സമരത്തിന് എന്താ പറയുക? സ്ട്രൈക്ക് എന്ന് പറയും. ടീച്ചേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക്. അവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. അധ്യാപകർ സമരത്തിലാണ്. ടീച്ചേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക്. വീടിന് തീ പിടിച്ചിരിക്കുന്നു. വീടിന് തീ പിടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് പറയുക? ദ ഹൗസ് ഈസ് ഓൺ ഫയർ. ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ദ ഹൗസ് ഈസ് ഓൺ ഫയർ. അവർ വീടിന് തീ വെച്ചു എന്നാണ് പറയേണ്ടതെങ്കിലോ നമ്മൾ തീ വെക്കുന്നതിന് പറയുക സെറ്റ് ദ ഹൗസ് ഓൺ ഫയർ എന്നാണ്. ദേ സെറ്റ് ദ ഹൗസ് ഓൺ ഫയർ. അവർ വീടിന് തീ വെച്ചു. ദേ സെറ്റ് ദ ഹൗസ് ഓൺ ഫയർ. ഉത്തരങ്ങൾ മഷി ഉപയോഗിച്ച് എഴുതുക. പെൻസിലല്ല ഉപയോഗിക്കേണ്ടത്, പേനയാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ പെൻ അല്ലെങ്കിൽ ഇൻ ഇങ്ക്. റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ പെൻ എന്നോ ഇൻ ഇങ്ക് എന്നോ. വിത്ത് പെൻ എന്നല്ല പറയുന്നത്. വിത്ത് പെൻ, വിത്ത് പെൻസിൽ അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഇൻ പെൻ, ഇൻ പെൻസിൽ അങ്ങനെ വേണം പറയാൻ. അത് ഓർത്തിരിക്കണം. അത് കാരണം പേന കൊണ്ട് എഴുതുക എന്നാണ് നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയുക. അങ്ങനെ പറയുമ്പോൾ വരുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഇതിന് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ ഇങ്ക് അല്ലെങ്കിൽ ഇൻ പെൻ, വിത്ത് പെൻ അല്ല. ഈ ചിത്രത്തിലുള്ള പക്ഷിയെ നിനക്ക് കാണാമോ? ചിത്രത്തിലുള്ളത്, ഫോട്ടോയിലുള്ളത് ഇതെല്ലാം പറയാനും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. ഇൻ ദ പിക്ചർ, ഇൻ ദ ഫോട്ടോ, ഇൻ ദ ബുക്ക് അതെല്ലാമാണ് നമ്മൾ പറയുക. പക്ഷേ ഓൺ ദ പേജ് എന്നാണ് പറയുക. ഒരു പേജിൽ എന്ന അർത്ഥത്തിൽ ഓൺ ദ പേജ്. ഈ ചിത്രത്തിലുള്ള പക്ഷിയെ നിനക്ക് കാണാമോ? ക്യാൻ യു സീ ദ ബേർഡ് ഇൻ ദിസ് പിക്ചർ? ക്യാൻ യു സീ ദ ബേർഡ് ഇൻ ദിസ് പിക്ചർ? ഓൺ ദിസ് പിക്ചർ അല്ല, ഇൻ ദിസ് പിക്ചർ. ഈ ഫോട്ടോയിൽ അവൾ വളരെ സുന്ദരിയായി തോന്നുന്നു.
ഷീ ലുക്സ് വെരി പ്രെറ്റി ഇൻ ദിസ് ഫോട്ടോ അല്ലെങ്കിൽ വെരി ബ്യൂട്ടിഫുൾ. ഷീ ലുക്സ് വെരി പ്രെറ്റി ഇൻ ദിസ് ഫോട്ടോ. സുന്ദരിയായി കാണപ്പെടുന്നു എന്നതിനാണ് നമ്മളിവിടെ ലുക്സ് എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. ഷീ ലുക്സ് വെരി പ്രെറ്റി ഇൻ ദിസ് ഫോട്ടോ. അവൾ വളരെ മൃദുവായ സ്വരത്തിലാണ് സംസാരിച്ചത്. എങ്ങനെ സംസാരിക്കുന്നു? എങ്ങനത്തെ വോയിസ്? ഇൻ എ ലൗഡ് വോയിസ്, ഇൻ എ സോഫ്റ്റ് വോയിസ്, ഇൻ എ ലോ വോയിസ്. നമ്മളവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. ഷീ സ്പോക്ക് ഇൻ എ സോഫ്റ്റ് വോയിസ്. അവൾ വളരെ മൃദുവായ ശബ്ദത്തിലാണ് സംസാരിച്ചത്. ഷീ സ്പോക്ക് ഇൻ എ സോഫ്റ്റ് വോയിസ്. വിത്ത് എ സോഫ്റ്റ് വോയിസ് അല്ല, ഇൻ എ സോഫ്റ്റ് വോയിസ്. നീല ഷർട്ട് ധരിച്ച ആൾ ആരാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് പറയാൻ ഓൺ അല്ല ഉപയോഗിക്കുന്നത്, ഇൻ ആണ് ഉപയോഗിക്കുന്നത്. ഹു ഈസ് ദ മാൻ ഇൻ ദ ബ്ലൂ ഷർട്ട്? നീല ഷർട്ട് ധരിച്ച ആൾ ആരാണ്? ഹു ഈസ് ദ മാൻ? ആരാണ് അയാൾ? ഇൻ ദ ബ്ലൂ ഷർട്ട്. ഓൺ ദ ബ്ലൂ ഷർട്ട് അല്ല, ഇൻ ദ ബ്ലൂ ഷർട്ട്. ഹാറ്റിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ. ഈ ഗിഫ്റ്റ് ആർക്കുള്ളതാണ്? ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസസിൽ പൊതുവേ നമ്മൾ പ്രിപ്പോസിഷൻസ് അവസാനമാണ് ഉപയോഗിക്കുക. ചിലപ്പോൾ നമ്മൾ ടൈം എക്സ്പ്രഷൻസ് ആണ് വരുന്നതെങ്കിൽ, ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതെങ്കിൽ നമ്മൾ പൊതുവേ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറില്ല. അറ്റ് വാട്ട് ടൈം എന്നല്ല നമ്മൾ പൊതുവേ ചോദിക്കുന്നത്, വാട്ട് ടൈം അത്രയേ വേണ്ടൂ. നമ്മളവിടെ പ്രിപ്പോസിഷൻ അറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അത് വാട്ട് ടൈം എന്നത് ഒരു ടൈം എക്സ്പ്രഷനാണ്. ടൈം എക്സ്പ്രഷൻസിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പോസിഷൻ പൊതുവേ ഒഴിവാക്കും. പക്ഷെ അതല്ലാതെ മറ്റ് WH ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ വെർബിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ആ പ്രിപ്പോസിഷനെ അവസാനമാണ് ഉപയോഗിക്കുക. ഈ ഗിഫ്റ്റ് ആർക്കുള്ളതാണ്? ആർക്കുള്ളതാണ്? ഫോർ ഹും അല്ലേ? അങ്ങനെയാണ് നമുക്ക് തോന്നുക. ഫോർ ഹും ഈസ് ദിസ് ഗിഫ്റ്റ്. പക്ഷെ അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല. അതിന് പകരം നമ്മൾ എന്താ പറയുക? ഹൂ ഈസ് ദിസ് ഗിഫ്റ്റ് ഫോർ. ഫോർ ഹും ഈസ് ദിസ് ഗിഫ്റ്റ് എന്നത് വളരെ ഫോർമലാണ്. ഇംഗ്ലീഷിലും ആരും അത് യൂസ് ചെയ്യില്ല. ആ ഫോർ ഹുമ്മിലെ ഫോർ നമ്മളെടുത്ത് സെൻറ്റൻസിന് അവസാനം വയ്ക്കും. എന്നിട്ട് ഹും എന്നതിന് പകരം നമ്മൾ ഹൂ ഉപയോഗിക്കും. പ്രിപ്പോസിഷന് ശേഷമാണ് നമ്മൾ ഹും യൂസ് ചെയ്യുക. ആ പ്രിപ്പോസിഷൻ അവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹൂ ആണ് അവിടെ ഉപയോഗിക്കുക. ഹും ഈസ് ദിസ് ഗിഫ്റ്റ് ഫോർ എന്ന് ചോദിക്കില്ല. അതിന് പകരം ഹൂ ഈസ് ദിസ് ഗിഫ്റ്റ് ഫോർ. ഇതൊരു WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ആ പ്രിപ്പോസിഷനെ സെൻറ്റൻസിൻ്റെ അവസാനത്തേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ ഹൂം ഈസ് ദിസ് ഗിഫ്റ്റ് അല്ല ഉപയോഗിക്കുക, ഹൂ ഈസ് ദിസ് ഗിഫ്റ്റ് ഫോർ. ഫോർ എന്ന പ്രിപ്പോസിഷൻ അവസാനമാണ് വരുന്നത്. നീ ആരെയാണ് നോക്കുന്നത്? ആരെയാണ് എന്നതിന് അറ്റ് ഹും എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മളത് അങ്ങനെയല്ല ചോദിക്കുക. ഹൂ ആർ യു ലുക്കിംഗ് അറ്റ്? അറ്റ് ഹൂം എന്ന ആ എക്സ്പ്രഷനിൽ അറ്റിനെ എടുത്ത് നമ്മൾ സെൻറ്റൻസിൻ്റെ അവസാനം വെച്ചു. ഹുമിന് പകരം നമ്മൾ ഹൂ ഉപയോഗിച്ചു. ഹൂ ആർ യു ലുക്കിംഗ് അറ്റ്? ആരെയാണ് നീ നോക്കുന്നത്? എന്തിനെയാണ് നീ നോക്കുന്നത്? വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? അറ്റ് വാട്ടല്ല, വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് തുടങ്ങുന്ന സെൻറ്റൻസസിൽ പ്രിപ്പോസിഷൻ വരുന്നുണ്ടെങ്കിൽ പൊതുവേ ആ പ്രിപ്പോസിഷൻ അവസാനമാണ് വരാം. അറ്റ് വാട്ട് ആർ യു ലുക്കിംഗ് എന്ന് ചോദിക്കരുത്, വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്. നീ അത് എവിടെ നിന്നാണ് മേടിച്ചത്? എവിടെ നിന്ന്? ഫ്രം വേർ അല്ലേ? അപ്പം നമുക്കിത് എന്താ തോന്നുക? ഫ്രം വേർ ഡിഡ് യു ബൈ? അങ്ങനെയാണ് പറയേണ്ടത് എന്ന് തോന്നും. പക്ഷെ നമ്മൾ പൊതുവെ അങ്ങനെയല്ല പറയുക. വേർ ഡിഡ് യു ബൈ ഇറ്റ് ഫ്രം? ആ ഫ്രമിനെ നമ്മളെടുത്ത് സെൻറ്റൻസിൻ്റെ അവസാനത്തേക്ക് മാറ്റി. ഫ്രം വേർ ഡിഡ് യു ബൈ ഇറ്റ് എന്നല്ല നമ്മൾ ചോദിക്കുന്നത്, വേർ ഡിഡ് യു ബൈ ഇറ്റ് ഫ്രം. ഫ്രം അവസാനമാണ് വരുന്നത്. നമ്മൾ ഈ സെൻറ്റൻസ്, ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത് വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചാണ്. ഏത് ഫ്ലൈറ്റിനാണ് അവൾ വരുന്നത്? ഏത് ഫ്ലൈറ്റ്? ഓൺ വിച്ച് ഫ്ലൈറ്റ് അല്ലേ? ആ ഓണിനെ നമ്മൾ സെൻറ്റൻസിൻ്റെ അവസാനത്തേക്ക് മാറ്റും. വിച്ച് ഫ്ലൈറ്റ് ഈസ് ഷീ അറൈവിങ് ഓൺ? ഏത് ഫ്ലൈറ്റിനാണ് വരുന്നത്? ഇവിടെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ കാരണം ഇത് നേരത്തെ തീരുമാനിച്ച ഒരു കാര്യമായതുകൊണ്ടാണ്. ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യമാണ്, പക്ഷെ തീരുമാനവും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ആൾറെഡി ഉണ്ട്. ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം ഇപ്പോഴേ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുക. ഷീ ഈസ് അറൈവിങ് ഓൺ ദ ഈവനിങ് ഫ്ലൈറ്റ്. വൈകുന്നേരത്തെ ഫ്ലൈറ്റിനാണ് വരുന്നത്. ഷീ അറൈവ്സ് എന്നല്ല നമ്മൾ പൊതുവെ പറയുക, ഷീ ഈസ് അറൈവിങ് എന്നാണ് പറയുക. ഇവിടെ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷനെ സെൻറ്റൻസിൻ്റെ അവസാനത്തേക്ക് മാറ്റി. വിച്ച് ഫ്ലൈറ്റ് ഈസ് ഷീ അറൈവിങ് ഓൺ? ഓൺ വിച്ച് ഫ്ലൈറ്റ് അല്ല, വിച്ച് ഫ്ലൈറ്റ്. നീ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? എന്തിനെ പറ്റി? എബൌട്ട് വാട്ട് അല്ലേ? എബൌട്ട് വാട്ട് ആർ യു തിങ്കിങ് എന്നല്ല നമ്മൾ ചോദിക്കുക. അതിന് പകരം നമ്മൾ എന്താ ചോദിക്കുക? വാട്ട് ആർ യു തിങ്കിങ് എബൌട്ട്? നീ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? പ്രിപ്പോസിഷനെ നമ്മൾ അവസാനത്തേക്ക് മാറ്റുന്നു. വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. നമ്മൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് സൂചിപ്പിക്കുന്ന കുറേ അഡ്ജക്റ്റീവ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. നൈസ്, കൈൻഡ്, ജനറസ്, പൊളൈറ്റ്, റൂഡ്, ഫൂളിഷ്, സ്റ്റുപ്പിഡ്, സില്ലി. ഇതിനെല്ലാം ശേഷം നമ്മൾ രണ്ട് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. അത് മീനിങ് ഡിഫറെൻ്റ് ആണ്.
ഈ വാക്കുകൾക്ക് ശേഷം ഓഫ് എന്ന പ്രിപ്പോസിഷൻ വരുമ്പോൾ അതിനർത്ഥം അവരുടെ ആ ബിഹേവിയറിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം, അതാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ വാക്കുകൾക്ക് ശേഷം ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന മീനിങ് വ്യക്തമാക്കുന്ന എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് യു ടു ഹെൽപ്പ് മീ. അതിനർത്ഥം എന്താ? ഇറ്റ് വാസ് കൈൻഡ് ഓഫ് യു എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ അതങ്ങനെ പറയില്ല. നമുക്കൊരാൾ ഒരു സഹായം ചെയ്തു തന്നു, നമുക്ക് അവർക്ക് താങ്ക്സ് പറയണം. അപ്പോൾ നമ്മൾ വലിയ ഉപകാരം എന്ന് പറയില്ലേ, ആ വലിയ ഉപകാരം നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് യു എന്നാണ്. അവിടെ നമ്മൾ ആ കൈൻഡ് എന്ന അഡ്ജക്റ്റീവിന് ശേഷം ഓഫ് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. പിന്നെ യു എന്ന നിങ്ങളുടെ സഹായം എന്ന അർത്ഥത്തിൽ അതിന് ശേഷം ഓഫ് യു എന്ന് പറഞ്ഞു. അവനാണ് സഹായം ചെയ്തതെങ്കിൽ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഹിം എന്ന് പറയും. അവളാണെങ്കിൽ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഹെർ എന്ന് പറയും. ഇതിൻ്റെ എക്സാക്ട് മലയാളം ട്രാൻസ്ലേഷൻ ഒന്നുമില്ല. നമ്മൾ മലയാളത്തിൽ പൊതുവെ വലിയ സഹായം, വലിയ ഉപകാരം എന്നൊക്കെ പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു രീതിയാണിത്. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് യു. പിന്നെ ആരാണോ ആ സഹായം ചെയ്തു തന്നതെങ്കിൽ അവരെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. അതിനുശേഷം നമുക്ക് നമ്മളെ എന്ത് സഹായമാണ് ചെയ്തു തന്നത് എന്ന് സൂചിപ്പിക്കാൻ നമുക്കൊരു ടു ഇൻഫിനിറ്റീവ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് യു ടു ഹെൽപ്പ് മീ. എന്നെ സഹായിച്ചതിൽ വലിയ ഉപകാരം എന്നാണ് ഈ സെൻറ്റൻസിന് അർത്ഥം. ഇറ്റ് വാസ് സില്ലി ഓഫ് ഹെർ ടു ട്രസ്റ്റ് ഹിം. അവളുടെ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. അവനെ അവൾ വിശ്വസിച്ചത് എത്ര മണ്ടത്തരമായി എന്നാണ് ഈ സെൻറ്റൻസിന് അർത്ഥം. ഇറ്റ് വാസ് സില്ലി ഓഫ് ഹെർ. എന്തൊരു മണ്ടത്തരമാണ് അവൾ ചെയ്തത്. ഇറ്റ് വാസ് സില്ലി ഓഫ് ഹെർ. ഇറ്റ് വാസ് ഫൂളിഷ് ഓഫ് ഹെർ. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് ഹെർ. ഇതിൻ്റെ എല്ലാം അർത്ഥം അതാണ്. എന്തൊരു വലിയ മണ്ടത്തരമാണ് അവൾ ചെയ്തത്. എന്താണ് ചെയ്ത മണ്ടത്തരം? അവനെ വിശ്വസിച്ചു എന്നത്. ടു ട്രസ്റ്റ് ഹിം. ആ കാര്യത്തിനെ കുറിച്ച് പറയാൻ നമ്മളവിടെ ഉപയോഗിക്കുന്ന ഒരു ടു ഇൻഫിനിറ്റീവ് ആണ്. ഇറ്റ് വാസ് സില്ലി ഓഫ് ഹെർ ടു ട്രസ്റ്റ് ഹിം. മറ്റൊരു എക്സാമ്പിൾ കൂടി ഇവിടെ നമുക്ക് നോക്കാം. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു നോട്ട് ടു ലോക്ക് ദ കാർ. കാറ് ലോക്ക് ചെയ്യാതിരുന്നത് എന്തൊരു വലിയ മണ്ടത്തരമായി. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു. നീ ചെയ്തത് വലിയ മണ്ടത്തരമായി എന്നർത്ഥം. ചെയ്ത മണ്ടത്തരം എന്താണ്? കാർ ലോക്ക് ചെയ്തില്ല എന്നതാണ്. നോട്ട് ടു ലോക്ക് ദ കാർ. ആ നോട്ട് നമ്മൾ ടു ലോക്ക് എന്ന ഇൻഫിനിറ്റീവിന് മുന്നിലാണ് യൂസ് ചെയ്യുന്നത്. ആ ഇൻഫിനിറ്റീവിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിനിടയിലല്ല നമ്മളത് ഉപയോഗിക്കുന്നത്. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു നോട്ട് ടു ലോക്ക് ദ കാർ. ഇനി ഇതേ അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ തന്നെ ടു ഉപയോഗിക്കാൻ നമുക്ക്. അങ്ങനെ വരുമ്പോഴത്തെ ഡിഫറൻസ് നോക്കൂ. ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ ടു ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരാൾ എപ്പോഴും വളരെ നൈസായാണ് പെരുമാറുന്നതെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയാം, ഹീ ഈസ് നൈസ് ടു മീ. അതേപോലെ തന്നെ എപ്പോഴും നമ്മളുടെ അടുത്ത് റൂഡായാണ് പെരുമാറുന്നതെങ്കിലോ അതും നമ്മൾ പറയുക റൂഡ് ടു മീ എന്നാണ്. ഷീ ഈസ് ഓൾവേസ് റൂഡ് ടു മീ. അവൾ എന്നോട് എപ്പോഴും റൂഡായേ പരുഷമായേ പെരുമാറാറുള്ളൂ. ബി പൊളൈറ്റ് ടു ഓൾ. എല്ലാവരോടും മാന്യമായി പെരുമാറുക. ഇനി നമുക്ക് അറ്റ് ഉപയോഗിക്കുന്ന മറ്റു ചില എക്സ്പ്രഷൻസ് നോക്കാം. ഒരാൾ ഒരു കാര്യം ചെയ്യാൻ വളരെ സമർത്ഥനാണ്, നല്ല കഴിവുണ്ട് എന്നെല്ലാം പറയില്ലേ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ് അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ. ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ക്ലവർ അറ്റ്, ഇൻ്റലിജൻറ്റ് അറ്റ്, ബ്രില്യൻറ്റ് അറ്റ്, ഹോപ്പ്ലെസ് അറ്റ്, ഇതെല്ലാം നമ്മൾ പറയും. ഹീ ഈസ് ഗുഡ് അറ്റ് ഡ്രോയിങ്. അവൻ നല്ലതുപോലെ വരയ്ക്കുന്നവനാണ് എന്നർത്ഥം. ഹീ ഈസ് ഗുഡ് ഇൻ ഡ്രോയിങ് അല്ല അറ്റ് ഡ്രോയിങ് ആണ്. ഐ എം ഹോപ്പ്ലെസ് അറ്റ് കുക്കിംഗ്. അതിനർത്ഥം എന്താ? എനിക്ക് കുക്കിംഗ് തീരെ അറിയില്ല, എന്നെ സംബന്ധിച്ച് അതൊരു ഹോപ്പ്ലെസ് ആയ കാര്യമാണ് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഐ എം ഹോപ്പ്ലെസ് ഇൻ അല്ല, ഐ എം ഹോപ്പ്ലെസ് അറ്റ് കുക്കിംഗ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്ന ചില കോമൺ സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതെല്ലാമാണ് നമ്മളിന്ന് നോക്കിയത്. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.